ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുൻപേയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മനുവും ബാലചന്ദ്രനും സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ മനു ചോദിക്കും, അങ്കിളും തന്നെ മടങ്ങുമോ എന്ന് ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, ഇല്ല, ഞാൻ ഇന്നിവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനും അത് നടപ്പിലാക്കാനുള്ള കാര്യങ്ങളെയൊക്കെ പറ്റി ആലോചിക്കാനും ഒക്കെ ഉണ്ടെന്ന് മനുവിനോട് പറയും. അപ്പോൾ മനു ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കട്ടെ, എന്തായിരിക്കും അങ്കിളിൻ്റെ ഉള്ളിൽ എന്നൊക്കെ. അപ്പോൾ മനു പറയും, ആൻറ്റി വന്നിട്ട് ഇവിടെ ഷോ ഓഫൊക്കെ തുടങ്ങിയെന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, അവൾ ജയിച്ചോട്ടെ, അവളെല്ലാം ജയിച്ച് വന്നേക്കണേല്ലേ, അവൾ തോറ്റ് തൊപ്പിടാൻ പോവാണെന്ന് അവൾ അറിയുന്നില്ലല്ലോ, കുറച്ചുകൂടി അങ്ങോട്ട് കിടന്ന് ആഘോഷിക്കട്ടെ എന്ന് പറയും. പിന്നെ നീ വന്നാൽ നന്നായി, ആ പിള്ളേരെ അല്ലെങ്കിൽ അവൾ ഒരു വിധമാക്കും എന്നൊക്കെ പറയും. അപ്പോൾ മനു പറയില്ല, അങ്ങളെ ഞാൻ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ബാലചന്ദ്രൻ ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ കുറച്ച് സമാധാനമായിട്ടോ, മനുവിനോട് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരാശ്വാസമായി. വേഗം തന്നെ ബാലചന്ദ്രൻ കാർ എടുത്ത് പോകട്ടോ. ഈ സമയത്ത് നമ്മുടെ അലീന ഡ്രസ്സൊക്കെ മാറ്റി ആ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് കൊന്തയൊക്കെ ഇട്ട് ഇങ്ങനെ റൂമിലിരിക്കുക. അപ്പോൾ അലീനയ്ക്ക് ഈ പുതിയ സ്ഥലമാണല്ലോ, അവിടെയൊക്കെ ആളുകളൊക്കെ ആയിട്ട് ഒന്ന് അടുക്കാനായിട്ട് പ്രയാസമായിരിക്കുമല്ലോ. അപ്പോൾ അലീന പയ്യെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ നമ്മുടെ സ്റ്റാൻലിയുടെ നായ്ക്കുട്ടികളെ കാണും. അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ അവർ ഓടി അലീനയുടെ അടുത്തേക്ക് വരും. അപ്പോൾ അലീന അതിൻ്റെ തലയിലൊക്കെ തലോടെയും ഒക്കെ ചെയ്യുക. അപ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ വന്നിട്ട് പറയും, മോളെ ഞാൻ വീടൊക്കെ കൊണ്ടുപോയി കാണിക്കട്ടെ, സാബ് പറഞ്ഞായിരുന്നു എന്ന് പറയും. അപ്പോൾ അലീന പറയും, വേണ്ട, എനിക്ക് നടന്ന് കാണാനുള്ളതല്ലേ ഉള്ളൂ, ഞാൻ പോയിക്കോളാം, തന്നെ കണ്ടോളാം എന്ന് പറയും. അപ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ പറയും, അല്ല മോളെ, എന്നോട് പറഞ്ഞു എന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് തന്നെ ചെയ്യുന്നതാണ് ഇഷ്ടം എന്നൊക്കെ അലീന പറയാം. അങ്ങനെ അലീന ഈ പട്ടിക്കുട്ടികൾ ഈ നായ്ക്കുട്ടികളോടൊക്കെ സംസാരിച്ചിട്ട് പറയും, കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് പറയും, ഞാനെന്നാലേ ഈ വീടൊക്കെ ഒന്ന് നടന്ന് കാണട്ടെ കേട്ടോ, പോയിട്ട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞ് നടക്കുക കേട്ടോ. അങ്ങനെ അലീന ആദ്യം തന്നെ ചെല്ലണത് കിച്ചണിലേക്കായിരിക്കും. അപ്പോൾ അവിടെ വേലക്കാരെ കൂടി ഒരുമിച്ച് നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ അങ്ങോട്ടേക്ക് അലീനേനെ കാണുമ്പോൾ ഇവരൊക്കെ ഒരു വല്ലാതെ നോക്കുന്നത് കണ്ടിട്ട് അലീനയ്ക്ക് എന്തോ പോലെ തോന്നും കേട്ടോ. അപ്പോൾ അലീന അകത്തേക്ക് വന്നിട്ട് പറയും, എനിക്ക് വരാമോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവർ പറയും, വരൂ മേം സാബ് എന്നൊക്കെ പറയും. അപ്പോൾ അലീന പറയും, എന്നെ അങ്ങനെയൊന്നും വിളിക്കണ്ട, എനിക്കൊരു പേരുണ്ട്, അലീന എന്നാണ്. പിന്നെ അപ്പുറം എന്താ മേം സാബിന് വലുതും വേണോ എന്ന് ചോദിക്കും. അപ്പുറം എനിക്കൊന്നും വേണ്ട, ഞാൻ വെറുതെ ഇവിടെയൊക്കെ കാണാൻ വേണ്ടി വന്നതാന്ന് പറയും. പിന്നെ നാളെ മുതൽ ഞാനും കൂടി കിച്ചണിലൊക്കെ കയറി നിങ്ങളെ സഹായിക്കാം എന്ന് പറയും. അപ്പോൾ പൗലോസൊക്കെ പറയും, എന്നിട്ട് വേണം ഇനി സാബിന് ദേഷ്യം വരാനായിട്ട്, എന്താ ഞങ്ങളുടെ ജോലി കളയാൻ വന്നാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അലീന പറയും, അല്ല, ഞാൻ ഇതിനു മുമ്പും ഇങ്ങനെയുള്ള ജോലികൾ ചെയ്തിട്ടാണ് ജീവിച്ചിരുന്നത്. ഞാൻ ജനിച്ചത് ഇങ്ങനെ അനാഥാലയത്തിലായിരുന്നു. ബ്രിജിത്ത മമ്മി എന്ന് പറഞ്ഞ ഒരു മമ്മിയാണ് ഞങ്ങൾ നോക്കിയത്. അതിനുശേഷം പല സ്ഥലത്തും കെയർ ടേക്കറായിട്ടൊക്കെ നിന്നിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിശേഷങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഈ ജോലിക്കാരൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക. അപ്പോഴും അവരിങ്ങനെ മനസ്സിലാലോചിക്കും, സാബിൻ്റെ മോളോ ഇങ്ങനെ. അപ്പോൾ അലീന വേദന പറയും, അന്ന് ശരി എന്നാ എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് പോവാണ്. അപ്പോൾ പോയി കഴിയുമ്പോൾ ഇവർ ഈ ജോലിക്കാരെ കൂടി ഒരുമിച്ചിരുന്ന് ഇങ്ങനെ പറയുക, ഇതെന്താ ഇങ്ങനെ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ പറയും, സാറിന് 23 വർഷം മുമ്പ് ആഗ്രയിൽ വെച്ച് സാറിന് ഇഷ്ടപ്പെട്ട സ്ത്രീയിലുണ്ടായതാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ചിലപ്പോൾ അതിനുശേഷം ആ കുട്ടീനെ ആരെങ്കിലും കൊണ്ടുപോയി അനാഥാലയത്തിലൊക്കെ ആക്കിയതായിരിക്കാം. നമുക്കിപ്പോൾ എന്താ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അലീന വേഗം തന്നെ പയ്യെ ഓരോ മുറികളൊക്കെ ആയിട്ട് നടന്ന് കാണും കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ട് അവസാനം ഒരു റൂം തുറക്കും. അത് നമ്മുടെ സ്റ്റാൻലിയുടെ റൂമായിരിക്കും. അപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് തുറന്നും പോയി അകത്ത് സ്റ്റാൻലി മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അലീനയ്ക്ക് എന്തോ വല്ലാതെ ആവട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഇഷ്ടമല്ല ഇങ്ങനെ മദ്യപിക്കുന്നതെന്നും. അപ്പോൾ അലീന വേഗം തന്നെ ഡോറടച്ചിട്ട് പോകാൻ പോകും. അപ്പോൾ സ്റ്റാൻലി അവിടെ നിന്നിട്ട് പറയും, അലീന നിൽക്ക്, എന്താ പോകുന്നേ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, ഒന്നുമില്ല, ഞാൻ ചുമ്മാ വീടൊക്കെ കാണാൻ. അപ്പുറം വാ, ഇങ്ങോട്ട് വാ, കയറി വാ എന്ന് പറയും. അപ്പോൾ അലീന വേദന അകത്തേക്ക് ചെല്ലും കേട്ടോ. അപ്പോൾ ചെല്ലുമ്പോൾ സ്റ്റാൻലി ചോദിക്കും, എന്താ അലീനയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, അതോ എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അലീന പറയും,
ഒന്നുമില്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ വീട് അപ്പോൾ കാണാൻ വന്നാന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ പറയും, ആ പിന്നെ ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ ആയിട്ട് ഇണങ്ങാനായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും അത് കേട്ട് ഇണങ്ങിയേ പറ്റൂ എന്നൊക്കെ പറയും. അപ്പോൾ അലീന പറയും, പിന്നെ എനിക്ക് എൻ്റേതായിട്ട് ഞാൻ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് പാചകം ചെയ്യുന്നത് ഞാൻ തന്നെയായിരുന്നു, അതേപോലെ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ സ്റ്റാൻലിനോട് ഇങ്ങനെ പറയാം. അപ്പോൾ സ്റ്റാൻലിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും സ്റ്റാൻലി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കാര്യം സ്റ്റാൻലി നോക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കണേയല്ലോ. അപ്പോൾ ഇങ്ങനെ സ്റ്റാൻലി മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയും, പിന്നെ ഈ മദ്യപാനം എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല, അത് സൂക്ഷിക്കേണ്ട ഒന്നാണ്, അത് ഒഴിവാക്കണം എന്നൊക്കെയുള്ള രീതിയിൽ പറയും. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ വന്ന അന്ന് തന്നെ മോള് ഉപദേശിക്കാനൊക്കെ തുടങ്ങിയല്ലോ എന്നുള്ള മട്ടിൽ ഇങ്ങനെ അലീനേനെ നോക്കും. അപ്പോൾ സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇത്, ഈ മദ്യപാനം. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതിനിപ്പോൾ നിർത്താനൊന്നും പറ്റില്ല, ഇനിയിപ്പോൾ അലീന കാണാതെ എങ്ങാനും ആക്കാം എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഇതിനൊരു തീരുമാനം എടുക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റാൻലി പറയും, ഇതുവരെ കുറച്ച് സമയം എടുക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഇവിടുത്തെ ചിട്ടകൾക്കും വട്ടങ്ങൾക്കും ഒപ്പം പോകാനായിട്ട് ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് അലീനയോട് പറയും. അപ്പോൾ അലീന അതിനുശേഷം എന്നാൽ പോവാട്ടോ എന്നും പറഞ്ഞ് റൂമിൽ നിന്ന് പോവാണ്. ഇതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ വൈജയന്തി വീട്ടിൽ കയറി ശുദ്ധികലശം തുടങ്ങിയല്ലോ. അപ്പോൾ മക്കളെയും എല്ലാ മക്കളെയും പിന്നെ വീടും പരിസരത്ത് അലീനയുടെ സാമീപ്യം ഉണ്ടോയെന്നുള്ള ഒരു വസ്തു പോലും വെക്കാതെ എല്ലാം ഇങ്ങനെ തിരഞ്ഞുകൊണ്ട് നടക്കുക കേട്ടോ. മക്കളെ കാണാനൊന്നും നേരില്ല, ഇതിങ്ങനെ വൈജയന്തിക്ക് ജയിക്കണം അതിനുള്ള ഓരോ പരിപാടികളായിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ ഓരോ മുറിയിൽ കയറുന്നു, കിച്ചണിൽ കയറുന്നു, അലീനയുടെ റൂമിൽ കയറുന്നു, അങ്ങനെ പല പല സ്ഥലത്ത് നിന്ന് ഇങ്ങനെ അലീനയുടെ വല്ലതൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. വേഗം തന്നെ പെട്ടെന്ന് തന്നെ വൈജയന്തി പതിയെ ഗോണിയൊക്കെ ഞൊണ്ടി കയറി മോളിൽ ചെന്ന് ബാലൻ്റെ റൂമിൽ ചെന്ന് റൂമൊക്കെ തുറന്നു കഴിയുമ്പോൾ ഇപ്പോൾ എന്ത് വേണമെങ്കിലും ആവാമല്ലോ, ബാലൻ അവിടെ ഇല്ലല്ലോ. അപ്പോൾ ഡോറൊക്കെ തുറന്ന് ബാലൻ്റെ ലാപ്ടോപ്പ് അവിടെ ഇരിക്കുന്നതാണ്. അങ്ങനെ ആ ലാപ്ടോപ്പ് തുറന്ന് നോക്കുവാണ്. കാര്യമായ എന്തോ പുള്ളിക്കാരി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ താഴെ മനുവും രോഹിത്തും ബബിതയും കൃഷ്ണമോളൊക്കെ ഇങ്ങനെ. അപ്പോൾ മനു ചോദിക്കും, ആൻറ്റിയുടെ എന്ന് ചോദിക്കും. അപ്പോൾ രോഹിത്ത് പറയും, ദേ മുകളിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു എന്ന് പറയും. അങ്ങനെ ഇവർ വൈജയന്തി അവിടെ ഇങ്ങനെ ലാപ്ടോപ്പ് ഇങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്ത്, അപ്പോൾ കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുന്നത്. അതോ അലീനയ്ക്ക് ഇനി എന്തെങ്കിലും ബാലം കൊടുത്തോ, അവൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതൊക്കെ കൊണ്ടുപോയി എന്നൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിങ്ങനെ നോക്കുമ്പോൾ അതിൽ ഒരു 15 ലക്ഷം രൂപയുടെ സ്വർണവും അതേപോലെ 17,000 രൂപയുടെ ഡ്രസ് പർച്ചേസും കാണും. അപ്പോൾ ഇത് കാണുമ്പോൾ വൈജയന്തിക്ക് അങ്ങോട്ട് എരിഞ്ഞു കയറും. അപ്പോൾ വൈജയന്തി ഇങ്ങനെ ആലോചിക്കുക, ഒരു വീട്ടുജോലിക്കാർക്ക് ഇത്ര രൂപ കൊടുത്തേക്കണം, അത് ഞാനും എൻ്റെ മക്കളും അനുഭവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി പിന്നെ അവിടെ ഇരുന്നിട്ട് രോഹി ബബിതേ എന്നൊക്കെ പറഞ്ഞ് ഒച്ചയിൽ ഇങ്ങനെ വിളിക്കുക കേട്ടോ. അപ്പോൾ അവർ താഴത്ത് ഇങ്ങനെ എന്താന്നുള്ള മട്ടിൽ നിൽക്കുന്നുണ്ട്. വേഗം തന്നെ രോഹിയും മനുവും കൂടി റൂമിലേക്ക് വരും. അപ്പോൾ അവിടേക്ക് മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ രോഹിത് ചോദിക്കും, എന്താ അമ്മേ എന്താന്ന് ചോദിക്കും. അപ്പോൾ നീയൊക്കെ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ എന്ന് ചോദിക്കും. അപ്പോൾ രോഹിത് പറയും, അമ്മയ്ക്ക് എന്താ വേണ്ടേ, അമ്മ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണേ എന്ന് ചോദിക്കും. വേഗം തന്നെ എല്ലാത്തിനെയും ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്, വാങ്ങിക്കൊടു എന്ന് പറഞ്ഞ് ഇവരൊക്കെ കൂടി കലി തുള്ളി താഴത്തേക്ക് വരും. അങ്ങനെ പെമ്മക്കളുടെ അടുത്തേക്ക് വന്നിട്ടോ. അവിടെ വന്ന് എല്ലാവരും കൂടി താഴെ ഇരുന്നിങ്ങനെ പറയാം. അപ്പോൾ പറയും, എന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നത്, ഇവിടെ വെറും വീട്ടുജോലിക്ക് വന്ന ഒരുത്തിക്ക് വേണ്ടിയിട്ട് 15 ലക്ഷം രൂപയുടെ ഗോൾഡും 17,000 രൂപയുടെ ഡ്രസ് പർച്ചേസും നടത്തിയിരിക്കുന്നു. ഇതൊക്കെ അവൾ ഇങ്ങനെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോകണമെന്ന് നിങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ബബിതക്ക് അങ്ങോട്ട് ദേഷ്യം കയറും. അപ്പോൾ ബബിത പറയും, അമ്മേ മതി, അമ്മ എന്തൊക്കെയാണ് അച്ഛനെയും അലീന ചേച്ചിയും ചേർത്ത് പറയുന്നത്, അങ്ങനെ അലീന ചേച്ചി ഇവിടെ നിന്നൊന്നും എടുത്തുകൊണ്ടൊന്നും പോയിട്ടില്ല, ഞങ്ങൾ തന്നെയാണ് അലീന ചേച്ചീനെ ഗോൾഡും ഡ്രസ്സും ഒക്കെ ഇടിയിച്ച് അണിയിച്ചൊരുക്കി വിട്ടേന്ന് പറയും. അപ്പോൾ വൈജയ്ക്ക് ദേഷ്യം കയറും. അപ്പോൾ വൈജ പറയും, ഈ 15 ലക്ഷം രൂപയും ഈ 17,000 രൂപയുടെ ഡ്രസ്സും ഒക്കെ മേടിച്ച് കൊടുത്ത് അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ബാലനും അവളും തമ്മിൽ എന്താ ബന്ധം, എനിക്കതറിയണം എന്ന് പറയും. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക. അപ്പോൾ നമ്മുടെ ബബിത പറയും, അമ്മ എന്തിനാ ഞങ്ങളോട് ചൂടാവുന്നത്, അച്ഛൻ വരുമ്പോൾ ചോദിക്കുക, അപ്പോൾ എല്ലാം അറിയാലോ എന്ന് പറയും. അപ്പോൾ വൈജ പറയും, ആടി ചോദിക്കൂടി ഞാൻ എന്ന് പറയും. അപ്പോൾ മനു പറയും, ആൻറ്റി പ്രശ്നം ഉണ്ടാക്കാതെ, ആൻറ്റിക്ക് ഒന്നും അറിയില്ല, ആൻറ്റിക്ക് മാത്രമേ അറിയാത്തേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ വൈജ പറയും, എനിക്കൊന്നും അറിയണ്ട, എനിക്ക് ഇത്ര അറിഞ്ഞോടത്തോളം ഒക്കെ ഇത് മതി, അവളുണ്ടല്ലോ, അവൾ പോയപ്പോൾ എൻ്റെ സ്വത്തും എനിക്കും എൻ്റെ മക്കൾക്കുമുള്ള സ്വത്തും പണമായിട്ട് പോയേക്കണം, ഇനി എന്തൊക്കെ ഞാൻ അറിയാതെ കൊടുത്തിട്ടുണ്ടാവും ആവോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വൈജ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക.
മനു പറയും അത് തന്നെ ഞാൻ പറഞ്ഞേ, ആൻറ്റിക്ക് എന്താ അറിയണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്കിള് വരുമ്പോൾ ചോദിക്കുക എന്ന് പറയും. അപ്പോൾ വൈജി പറയും ആടാ ഞാൻ ചോദിക്കാനായിരിക്കുന്നേ, അയാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ചോദിച്ചതിന് ശേഷം മാത്രം ഞാൻ അയാളെ അകത്തേക്ക് കയറ്റുള്ളൂ, ബാലചന്ദ്രനെ അകത്തേക്ക് കയറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മുടെ കൃഷ്ണമോൾക്ക് ദേഷ്യം വന്നിട്ട് ഇത് കേട്ടപ്പോൾ കൃഷ്ണമോൾ പറയും അതിന് ഇത് അച്ഛൻ്റെ വീടല്ലേ, അച്ഛനെ ആരാ ചോദ്യം ചെയ്യാനായിട്ട്. ഇനി അമ്മ അങ്ങനെ ഒരുപാട് അച്ഛൻ്റെ നേർക്ക് ചോദ്യങ്ങളായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ ചിലപ്പോൾ അമ്മേനെ ഇവിടെ നിന്ന് ആട്ടി ഓടിച്ചെന്ന് വരും, പറഞ്ഞേക്കാം എന്ന് പറയും. അപ്പോൾ വൈജ പറയും അവളെ നിങ്ങളുടെ അച്ഛനെയും പറയുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കുമായിരിക്കും, കാരണം നിങ്ങൾക്ക് അവൾ ദേവതയാണല്ലോ, പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമല്ല, എനിക്ക് അവൾ വെറും എൻ്റെ കുടുംബം നശിപ്പിച്ച ഒരു ദുഷ്ടയാണ്, ശല്യമാണ് എന്നൊക്കെ പറയാം കേട്ടോ. മനുവിന് ദേഷ്യം വരുന്നു. അപ്പോൾ മനു പറയും എന്നാൽ ശരി ആൻറ്റി ചോദിക്ക്, എന്നിട്ട് വള്ളി പുള്ളി തെറ്റാതെ എല്ലാം കുത്തി കുത്തി ചോദിക്ക്. അപ്പോൾ എന്നിട്ട് ഓരോന്ന് ചോദിച്ച് മേടിക്കുക. ആൻറ്റി ആരെയും ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ നോക്കുന്നത്, ആൻറ്റിക്ക് ഒന്നും അറിയില്ല. അങ്കിളിനോട് സംസാരിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻറ്റി ഒരുപാട് കാര്യങ്ങൾ ജയിക്കും എന്ന മട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തോറ്റു പോകത്തേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ വൈജു പറയും എന്നെ നിങ്ങൾ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാനൊന്നും നോക്കണ്ടേ, ആരെയാ പേടിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാം, ആരുടെ അടുത്തുനിന്ന് ചോദിച്ചറിയുന്നതെന്ന് നമുക്ക് കാണാമെന്ന് പറയും. അപ്പോൾ മനു പറയും ആയിക്കോട്ടെ, ഞാൻ ഇനി ഇവിടെ ഒന്നും നിൽക്കുന്നില്ല, ഞാനും ആൻറ്റിയുടെ സഹോദരന്മാരും അതേപോലെ തന്നെ എന്തിനാ അലീനയും ഒരുപാട് താക്കീതുകളും ഉപദേശം തന്നിട്ടാണ് പോയേക്കണേ, എന്നിട്ടും ആൻറ്റിയുടെ ജീവിതം നശിപ്പിക്കാനാണ് പോകുന്നതെന്ന് അറിയുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ വൈജയന്തി ഇങ്ങനെ പുച്ഛത്തോട് പറയും വൈജയന്തിയുടെ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല, പണ്ട് വൈജയന്തി ചെയ്ത തെറ്റൊന്നും തെറ്റല്ല, അതിനെയൊക്കെ മൂടി വെച്ചുകൊണ്ടാണ് വൈജയന്തി ഇങ്ങനെ പെരുമാറുന്നത്, എല്ലാവരും വൈജയന്തിയെ പോലെ ആണെന്നാണ് ഉള്ള രീതിയിലാണ് വൈജയന്തിയുടെ പെരുമാറ്റം. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഹോട്ടലിൻ്റെ അടുത്തെത്തി. അങ്ങനെ ബാലചന്ദ്രൻ ഹോട്ടലിലേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ബാലചന്ദ്രൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ തീരുമാനങ്ങളുണ്ട്. വൈജയന്തിനെ വട്ടം കറക്കാനുള്ള എന്തോ, അതായത് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുക എന്ന് പറയുന്ന പോലെ ചെയ്യാനാണ്, അതിനുള്ള ഒരു ബോംബുമായിട്ടാണ് ബാലചന്ദ്രൻ നടക്കുന്നത് കേട്ടോ. അപ്പോൾ വൈജയന്തിയും ബാലചന്ദ്രനും തമ്മിൽ ഏറ്റുമുട്ടുന്ന ആ നിമിഷങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.